അടുത്തൊരു 10 വർഷ ശേഷം സഞ്ജു എവിടെയാണ് സഞ്ജുവിനെ കാണുന്നത്? ഇന്ത്യൻ ടീമിൽ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത്. മക്കളെ എന്നും രണ്ടുപേരും നന്നായിരിക്കണം. സഞ്ജു മോനെ ഞാൻ ചാരുമോളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സഞ്ജുവിനെ നന്നായി മക്കൾ നോക്കിക്കൊള്ളണം. സഞ്ജു മോൻ ചാരുമോളെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം. എനിക്കവൻ അത്രയും വിശ്വാസമുണ്ട്. മകളെ അവൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കാതെ നന്നായി നോക്കിക്കോളും. ചാരുമോളും അതുപോലെ സഞ്ജു മോനെ നോക്കിക്കോളണം. പിന്നെ സഞ്ജുട്ടൻ്റെ ഒക്കെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇന്നേക്ക് 10 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട് നിന്നെക്കുറിച്ച്. നീ എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം. അച്ഛനിങ്ങനെ എന്താ പറയാ, വികാരം കൊണ്ട് വീർപ്പുണ്ട്. സുരക്ഷിതമായിരിക്കുമോ ചാരുവിന്റെ കൈകളിൽ? അച്ഛന്റെ ചോദ്യമാണത്. തീർച്ചയായും. അടുത്തൊരു 10 വർഷ ശേഷം സഞ്ജു എവിടെയാണ് സഞ്ജുവിനെ കാണുന്നത്? പിന്നെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ത്യൻ ടീമിൽ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത്. മികച്ച ഒരു കളിക്കാരനായി സഞ്ജു ഇരിക്കും. അച്ഛന്റെ ഒരു സ്വപ്നമാണ്, ഒരു ആഗ്രഹമാണ്. ഭയങ്കര അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ ഞങ്ങളുടെ ക്രിക്കറ്റിൽ ഞാൻ എൻ്റെ 5ാം വയസ്സിൽ എനിക്ക് ബോൾ എറിഞ്ഞ് തുടങ്ങിയ അച്ഛനാണ്. 4ാം വയസ്സിൽ അച്ഛനാണ് ഞങ്ങളെ കളി പഠിപ്പിച്ച് തുടങ്ങിയത്. പിന്നെ ചെറിയ ഒരു വീട്ടിൽ ഞങ്ങളിവിടെ സ്റ്റമ്പൊക്കെ വരച്ച് പേനയൊക്കെ വരച്ച് അച്ഛനാണ് ബോൾ ഇട്ട് തന്നിരുന്നത്. അവിടെയാണ് ഞാൻ എൻ്റെ കളിയൊക്കെ, അങ്ങനെയാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ദിവസം രാവിലെ ഉറങ്ങേണ്ട സമയമാണ്. ബാക്കി എല്ലാവരും ഉറങ്ങും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അച്ഛൻ ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിലും ആ കോളനിയിലുള്ള എല്ലാ പിള്ളേരെയും വിളിച്ച് ഒരു ടീമൊക്കെ ഉണ്ടാക്കി. അച്ഛൻ്റെ ഫുട്ബോൾ ടീമുണ്ട്. അപ്പോൾ അതിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞങ്ങളെ ബോൾ എറിയിപ്പിച്ച്. ഞാൻ 7-8 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 22 വയസ്സുള്ള ആൾക്കാരൊക്കെ ബോൾ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോർമൽ വിക്കറ്റും കൂടെ അല്ല. അച്ഛൻ പറയും പകുതി നോടി വന്ന് എറിയാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് ആ രീതിയിലൊക്കെ ഒരു സ്വപ്നം കണ്ടതാണ്. അപ്പോൾ ഇനിയും ഞാൻ നല്ല വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ആ സ്വപ്നം എത്തണം. എനിക്ക് നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ ഞാൻ ഓരോ മാച്ച് ഔട്ടാകുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് എന്താ പറയേണ്ടതെന്ന് ഒരു 10 മിനിറ്റ് ആലോചിച്ച് കഴിഞ്ഞിട്ടും വിളിക്കാറില്ല. ചിലപ്പോഴൊക്കെ ഫോണൊക്കെ ഓഫ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങും. അത്രയ്ക്കും കണക്റ്റഡ്, അല്ലെങ്കിൽ അത്രയ്ക്കും അച്ഛന് വേണ്ടി കളിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷനാണ്. അതാണ് എന്നെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. ഇനിയും അതാണ് എന്നെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. വെരി ഗുഡ് സഞ്ജു. ഒരുപക്ഷെ നമ്മൾ വന്ന വഴികൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.